الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യത്താൽ ഈ വിശുദ്ധ റമദാനിൽ എത്താൻ സാധിച്ചവരാണ് നമ്മളൊക്കെ. നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ച നോമ്പും മറ്റുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും അല്ലാഹു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്കറിയുന്ന പല ആളുകളും ഈ റമദാനിൽ നമ്മോടൊപ്പമില്ല. അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം സുഖകരവും സന്തോഷകരവുമാക്കി തീർക്കുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തിലെ ഒരു തോപ്പാക്കി മാറ്റുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ വിശുദ്ധ റമദാനിലെ ആദ്യത്തെ തസ്കിയത്ത് ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഒരു വിശ്വാസി അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങളെക്കുറിച്ചാണ്. ആ ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എങ്ങനെയാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രൈമറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം ആ ചോദ്യം എന്താണ്, ചോദ്യത്തിന് ഉത്തരം എന്താണ്. പക്ഷേ ചോദ്യം എന്താണെന്നറിഞ്ഞതുകൊണ്ടോ ഉത്തരം മനസ്സിലാക്കിയത് കൊണ്ടോ ഒരുപക്ഷെ ഉത്തരം പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അത് അങ്ങനെ ഒരു സ്ഥലത്താണ് ആ ചോദ്യം നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ നിർബന്ധമായും പോയി കിടക്കേണ്ട ഒരു സ്ഥലം അഥവാ ഖബർ, ബർസഖിയായ ഒന്നാമത്തെ വീട്. ആ വീട്ടിലാണ് ആ ചോദ്യം നടക്കുന്നത്. മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് അദ്ദേഹം പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റൂമിലെ വിളക്ക് അണഞ്ഞുപോയി, കെട്ടുപോയി. അപ്പോൾ ആളുകളൊക്കെ വിളക്ക് കത്തിക്കാനുള്ള ധൃതിയിലായിരുന്നു, പരിശ്രമത്തിലായിരുന്നു. ആ സമയത്ത് പിന്നീട് അവർ വിളക്കൊക്കെ തെളിച്ചു. അപ്പോൾ വിളക്ക് കത്തിയപ്പോൾ സുഫിയാൻ സൗരി എന്ന് പറയുന്നത് മഹാനായ പണ്ഡിതനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കരയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, പണ്ഡിതന്മാർ ചോദിച്ചു, ഫഖാലു മാലക്, എന്താ പറ്റിയത് നിങ്ങൾക്ക്? അപ്പോൾ അയാൾ പറഞ്ഞു, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഈ റൂമിലെ ലൈറ്റ് പോയപ്പോൾ തദക്കർത്തുൽ ഖബർ, ഞാൻ എന്നെ ഓർത്തത് എൻ്റെ ഖബറാണ്.
സഹോദരന്മാരെ, ആ ഖബറിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താലാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചോദ്യം നമുക്കറിയാം, ഉത്തരം നമുക്കറിയാം, ആരാണ് ചോദിക്കുന്നതും അറിയാം. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നുള്ളതാണ്. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കാൻ സാധിക്കണമെന്നാണ്. കാരണം മരണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. യഥാർത്ഥത്തിൽ അത് എന്താണെന്ന് അറിയാഞ്ഞിട്ടാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് കഴിയുള്ളൂ. അങ്ങനെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അൻസാറുകൾപ്പെട്ട ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ. റസൂലേ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, നമ്മളൊക്കെ സത്യവിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. പക്ഷെ ഈ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ ആരാണോ അവനാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും ഉത്തമൻ. അള്ളാഹു ആ ഉത്തമരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വഭാവം നന്നാകണം. രണ്ടാമത് ആ സ്വഹാബി ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്. എങ്കിൽ റസൂലേ, സത്യവിശ്വാസികളിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? ഏറ്റവും വലിയ ബുദ്ധിമാൻ. നമ്മളൊക്കെ ബുദ്ധിമാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ചെറിയ ചിത്രങ്ങൾ ഉണ്ടാവും. നല്ല ഡിഗ്രി കരസ്ഥമാക്കിയ ആള് എന്ന ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവും. പക്ഷേ വഹീന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ബുദ്ധിമാൻ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. നമുക്കും ആകണം ആ ബുദ്ധിമാൻ. ആ ബുദ്ധിമാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ. ആരാണോ ഏറ്റവും അധികം മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അവനാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ. തീർന്നില്ല. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. അങ്ങനെ ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്നവൻ ആരാണോ അവനാണ് ഉലൈകൽ അഖിയസ്. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. സഹോദരന്മാരെ, ആലോചിക്കാൻ സത്യത്തിൽ ഇതാണ് ബുദ്ധിമാൻ. അപ്പൊ നമുക്ക് ആകാം വശം. അപ്പൊ ഈ ബുദ്ധിമാന്മാർക്ക് എന്ത് സാധിക്കുള്ളൂ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. അതാണ് പോയിന്റ്. സത്യത്തിൽ ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് വിജ്ഞാനം കിട്ടാൻ 3 മാർഗങ്ങളാണ്. 3 മാർഗം. ഒന്ന് സയൻസാണ്, മറ്റൊന്ന് ഫിലോസഫിയാണ്, മറ്റൊന്ന് വഹിയാണ്. പക്ഷേ സയൻസിന് മരണത്തെക്കുറിച്ച് ഒരു ചുക്കും പറയാൻ കഴിയില്ല. പിന്നുള്ളത് ഫിലോസഫിയാണ്.
ഫിലോസഫിക്കും മരണത്തെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഫിലോസഫർമാരുടെ രാജാവായ ഇമാം ഗസാലി റഹ്മഹുല്ലാഹ്, അദ്ദേഹമാണ് ഫിലോസഫർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായി മരണത്തെ കുറിച്ച് പറഞ്ഞ ആള്. അദ്ദേഹം പറയുന്നറിയോ, മരണം എന്ന് പറഞ്ഞാൽ വന്നാസു നിയാമുൻ വഇദാ മാതു ഇൻതബഹു. ഫിലോസഫർമാരുടെ രാജാവ് അദ്ദേഹത്തിന് ഇത്രേ പറയാൻ കഴിയുള്ളൂ. അതായത് ജനങ്ങളൊക്കെ ഉറക്കത്തിലാണ്. ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ഉറങ്ങാണ്, ഇനി എപ്പോഴാണ് എണീക്കുക? വഇദാ മാതു, നമ്മൾ മരിച്ചാൽ ഉണർന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, മരിച്ചാൽ ഉണർന്നു. അപ്പോ സയൻസിനൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ നമ്മളൊക്കെ സിമ്പിളായി പറയുന്നല്ലോ, ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നാൽ മരിക്കും. എങ്ങനെ ഈ ബ്ലഡ് സർക്കുലേഷൻ നിന്നത് എങ്ങനെ? ഉത്തരമില്ല. ഉണ്ടോ? ഉത്തരം പറയാൻ കഴിയില്ല. അവിടെ മരണത്തെക്കുറിച്ച് കൃത്യമായി വഹീന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ആയത്ത് വിശദീകരിക്കണ്ടില്ല, അത് വേറെ വിഷയമാണ്. സഹോദരന്മാരെ, സത്യത്തിൽ പിന്നെ നമ്മൾ ആരാ? അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ സാധാരണ എല്ലാവരും പറയും, സാധാരണ നമ്മളെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ പേടിപ്പിക്കുകയാണ്. ഈ പേടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയണ എനിക്കുണ്ടാകരുത് പേടി, കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകരുത്. സത്യത്തിൽ ഞാനും നിങ്ങളൊക്കെ ആരാ? നമ്മൾ ആരായിരുന്നാലും നമ്മൾ ആരാ? നമ്മൾ മലക്കുൽ മൗത്തിന്റെ ലിസ്റ്റിലുള്ള ഒരു പേര് മാത്രമാണ്. അതിൽ ബില്യൺ കണക്കിന് പേരുകളുണ്ട്. ആ പേരുകളിൽ ഒരു പേരാണ് ഞാനും നിങ്ങളും. അപ്പൊ നമ്മൾ ആരുമല്ല. നോക്കൂ, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ് വീമ്പിളക്കിയ ഒരാളുണ്ടായിരുന്നല്ലോ, ഫറോവ. ആ ഫറോവയുടെ മരണത്തെക്കുറിച്ച് അല്ലാഹ് പറയുന്നു, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തുൻ ഫീഹാ. ഇങ്ങനെ പറയണം. അതായത് പിന്നെ ഇവിടെ ഒരുപാട് തോട്ടങ്ങളും അരുവികളും കാണുന്നില്ലേ? ഒരുപാട് പിന്നെ എസ്റ്റേറ്റുകളും ഒരുപാട് പൊസിഷനുകളും. അതൊക്കെ ആരൊക്കെയോ ഇവിടെ അതൊക്കെ ആസ്വദിച്ച് അനുഭവിച്ചു പോയി. പക്ഷേ എന്താ ഉണ്ടായത്? അവർക്ക് കിട്ടിയോ? അതാണ് വിഷയം. നമ്മളൊക്കെ പറയാം അത് എന്റേതാണ്, എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്, അത് എൻ്റെ അക്കൗണ്ടിലാണ്, അത് എൻ്റെ സെൽഫിലാണ്. നോ, അതൊക്കെ ആ തോട്ടങ്ങളും അരുവികളുമൊക്കെ മറ്റുള്ള ആളുകൾക്ക് അനന്തരാവകാശമായി നൽകി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹ് പറയാം, ഫമാ ബക്കത അലൈഹിമുസ് സമാ. ഇവരുടെ ഈ വേർപാടിൽ ആകാശമോ ഭൂമിയോ ഒരിറ്റ് കണ്ണുനീര് പോലും ഒഴിച്ചില്ല. ഫമാ കാനൂ മുൻദരീൻ. അപ്പൊ സഹോദരന്മാർ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പറഞ്ഞ് ജീവിതം എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ചാൽ പിന്നെ ഒരു മരണ വാർത്ത കേട്ടാൽ നമ്മൾ എന്താ പറയാ? ശരിക്കത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കാറില്ല. ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരോടാ പറഞ്ഞത്? ഇത് പറഞ്ഞിട്ട് മരിച്ചവനെന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നാ, നാം, ഞാൻ, ലില്ലാ, എന്നിട്ട് പറയാം വ ഇന്നാ ഇലൈഹി റാജിഊൻ. അടുത്ത് വരുന്നുണ്ട് ഞങ്ങളെത്തിക്ക്. അതാണ്
അടുത്തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. നോക്കൂ, ഇതാണ് അവസ്ഥ. നബി സല്ലല്ലാഹു, അതായത് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നബി സല്ലല്ലാഹു, അതായത് ഇവിടെ ഒരു ശാശ്വതത്വം ആർക്കും അല്ലാഹു നൽകിയിട്ടില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, അല്ലയോ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഇവിടെ ഖുൽദ് നൽകിയിട്ടില്ല. എന്നിട്ട് പറയാ അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, മുഹമ്മദ് നബിയെ നിങ്ങൾ മരിക്കും, നിങ്ങൾ മരിക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കും. നോക്കൂ, ഈ ലോകത്ത് ആരെങ്കിലും അവശേഷിക്കുമായിരുന്നുവെങ്കിൽ ആര് അവശേഷിക്കണം? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടച്ചോനെ, അപ്പൊ ഈ ചിന്ത നമ്മൾ മനസ്സിലുണ്ടാകണം. ഇപ്പൊ 3 ചോദ്യം എന്ന് പറഞ്ഞ ഒന്ന് മൻ റബ്ബുക്കാണ്, എല്ലാവർക്കും അറിയാം. 3ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. പിന്നെ വമാ ദീനുക വമൻ നബിയുക. ഇപ്പൊ എല്ലാവർക്കും അതിന് ഉത്തരം അറിയാം. ചോദ്യം ഉത്തരമല്ല ഇവിടെ പ്രശ്നം, എങ്ങനെ പറയാൻ കഴിയുന്നുള്ളതാണ്. നിന്റെ റബ്ബാരാണ്, റബ്ബാരാന്നിപ്പോ എല്ലാവർക്കും അറിയാം. കഴിയില്ല, അവിടെ കഴിയില്ല, അതാ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഭയാനകമായ അന്തരീക്ഷത്തിൽ നമുക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഈ ചിന്ത വേണം, പേടിനാൻ പാടില്ല. നോക്കൂ, പിന്നെ മരിച്ചു കിടക്കുമ്പോ മരിച്ചു കിടക്കുന്ന ആളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാപ്പ മരിച്ചു കിടക്കുകയാണെങ്കിൽ വാപ്പ കണ്ണടച്ചാ കിടക്കുന്ന പറയാ, അല്ല, വാപ്പ കണ്ണടച്ചാണ് കിടക്കുന്നെങ്കിലും വാപ്പ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനെ അല്ലേ? നമ്മളെല്ലാവരും പറയും വാപ്പ കണ്ണടച്ച കിടക്കുന്നത്. അത് ബാധ്യതയാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ വിശ്വാസിയുടെ ബാധ്യതയാണ് ആ മയ്യത്തിന്റെ കണ്ണടക്കണത്. അത് ബാധ്യതയാണ്. പക്ഷേ ചിന്തിച്ചു നോക്കി നിങ്ങൾ, لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. എന്താണ് ആ വാക്ക്? അല്ലാഹു പറയാ, ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ. മനുഷ്യ, നീ ഈ മരണത്തെക്കുറിച്ച് അശ്രദ്ധയാണല്ലേ. ഫകശഫ്നാ അൻക ഗിതാഅക, നീ മരിച്ചാൽ എന്നോട് പറയണം. അപ്പൊ ഞാൻ പറയുമ്പോ എന്നോടാ പറയും, നീ മരിച്ചാൽ നിന്റെ കണ്ണിന്റെ ആ മൂടി ഉണ്ടല്ലോ, അത് അല്ലാഹു എടുത്തു മാറ്റും. ഇപ്പോ ആ കണ്ണിന് എനിക്കൊരു മൂടിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾക്ക് പരസ്പരം കാണാൻ കഴിയുന്നത്. പക്ഷേ ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാഴ്ച പിന്നെ സഹായിക്കുന്ന ഈ മൂടി അല്ലാഹു എടുത്തു മാറ്റും. അതാണ് ഫകശഫ്നാ അൻക ഗിതാഅക. അപ്പൊ എന്താ സംഭവിക്കുക? ഫബസറുകൽ യൗമ ഹദീദ്. അപ്പോ ഈ കണ്ണിന്റെ മൂടി ഇങ്ങോട്ട് എടുത്തു മാറ്റിയപ്പോ ആ മരിച്ചു കിടക്കുന്ന ആരാവട്ടെ, ഞാനാവട്ടെ, ആരാവട്ടെ, അവന്റെ കാഴ്ചക്ക് ഹദീദ് ഭയങ്കര മൂർച്ചയ്ക്കാരം, ഭയങ്കര മൂർച്ച. അതാ വാപ്പ കണ്ണടച്ചല്ല കിടക്കുന്നത്, വാപ്പ കണ്ണടച്ചാണ് കിടക്കുന്നതെങ്കിലും വാപ്പ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്യത്ഭുതകരമായ കാഴ്ച. സഹോദരന്മാരെ, നമ്മളിപ്പോ ഈ ആലമു ദുനിയയിലാണ് ജീവിക്കുന്നത്. ഇനി ഈ ആലമു ദുനിയ കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ലോകത്തെത്തുകയാണ്. അതിന് ആലമുൽ ബർസഖ് എന്നാ പറയാ. ബർസഖ് എന്ന് പറഞ്ഞാൽ കർട്ടൻ ആണ്, ഒരു സ്ക്രീൻ. ഈ ശ്വാസം കൊണ്ട് പോയാൽ എന്നെ ഒരു കർട്ടന്റെ പുറകിലോട്ട് ഇങ്ങനെ മാറ്റാൻ. പടച്ചോനെ, അവിടെ രക്ഷ ഉണ്ടാവും, ശിക്ഷ ഉണ്ടാവും. ആ ബർസഖിയായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ.
ആയത്തൊന്നും വിശദീകരിക്കാൻ സമയമില്ല. എവിടെയായിരുന്നാലും എത്ര ശക്തമായ കോട്ടകൾക്കുള്ളിലാണെങ്കിലും അവിടെ വരും നമ്മുടെ അതിഥി. പേടിക്കണ്ട, പേടിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. മനസ്സിലായ? നമ്മൾ എൻ്റെ നാട്ടിൽ ഈ ക്ലാസ് ഞാൻ ആഴ്ചകളോളം തുടർന്ന് സംസാരിച്ചപ്പോൾ സ്ത്രീകളൊക്കെ പറയും, നിങ്ങൾ പേടിപ്പിക്കല് ഞങ്ങളെ. പേടിക്കാതിരിക്കാനാണ്, എനിക്കും പേടി ഉണ്ടാകാൻ പാടില്ല. അപ്പോ മരണത്തെക്കുറിച്ച് ആരും, നമ്മൾ മരണത്തെ ഇഷ്ടപ്പെടണം, ആഗ്രഹിക്കണം എന്നല്ല കേട്ടോ, അത് വേറെ വിഷയം. മരണത്തെ ഇഷ്ടപ്പെടണം. ഞാൻ മരിച്ചാൽ ഞാൻ തകർന്നു പോകും, അങ്ങനത്തെ ചിന്തയേ ഉണ്ടാകരുത്. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ പറയാനൊക്കെ പറ്റും, പക്ഷെ നെഞ്ഞുവേദന വന്ന വേണ്ട. നോക്കൂ, പിന്നെ മരിച്ചു കഴിഞ്ഞ് നമ്മൾ എവിടേക്കാണ് പോണത്? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മരണാസന്നായി കിടക്കണം. മരണാസനായി കിടക്കുമ്പോ കുടുംബക്കാരിങ്ങനെ കരയാണ്. അപ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത് നമുക്കും പറയാൻ കഴിയണം, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പക്ഷെ ഇപ്പൊക്കെ പെട്ടെന്നാണ് മരിക്കുന്നത്. ആ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാവലിനെ ചോദിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക. അല്ലാ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് റസൂലുള്ളാഹി കാവലിനെ ചോദിക്കാൻ. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും പ്രാർത്ഥന അവിടെ. അപ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ കരയരുത്. ഗദൻ നൽഖൽ അഹിബ്ബ. എന്താണ് ആ വാക്ക്? ഞാൻ നാളെ എൻ്റെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. നമുക്കങ്ങനെ പറയാൻ കഴിയണം. വാപ്പ മരിച്ച ആൾക്കാരുണ്ടാവൂലേ, ഉമ്മ മരിച്ച ആൾക്കാരുണ്ടാവും. നമ്മൾ അങ്ങനെ മരണാസന്നായി കിടക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, നിങ്ങൾക്ക് അറിയണ്ട, ഞാൻ അപ്പാടെ അടുത്തേക്ക് പോവുകയാണ്. വെറുതെ പറയില്ല, ഞാൻ ഉമ്മാന്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ നാളെ എൻ്റെ ആത്മമിത്രങ്ങളായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സിദ്ദീഖുലൊക്കെ ഇവരൊക്കെ കണ്ടുമുട്ടാൻ പോവുകയാണ്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആരാ നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്ത ദുന്നൂറൈൻ. ഒരുപാട് വിശേഷണങ്ങൾ പറയാനുള്ള സമയമില്ല. അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ ദിവസം സ്വപ്നം കാണുക. ആരെ കാണുന്നത്? മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. അദ്ദേഹം പറയാം, ഞാൻ പിന്നെ സ്വപ്നം കണ്ടു റസൂലുള്ളാഹിനെ. അപ്പൊ അന്ന് നോമ്പാണ്. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ഉസ്മാനെ, നാളെ നിനക്ക് എൻ്റെ കൂടെ ഇഫ്താർ കഴിക്കട്ടോ. പടച്ചവനെ, ആ നാളെ എന്നുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഷഹീദായ ദിവസമാണ്. അപ്പോൾ ആലോചിക്കാൻ. അപ്പോ യഥാർത്ഥത്തിൽ പിന്നെ മരണം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതല്ല, ഭയം ഉണ്ടാവും. പക്ഷെ ഈ ചിന്ത മനസ്സിലുണ്ടാകണം. فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. എന്താണ് ആയത്ത്? സുബ്ഹാനല്ലാഹ്. സൂറത്ത് ആല ഇമ്രാൻ 170 ആയത്താണ്. എന്താ അള്ളാഹ് പറഞ്ഞറിയോ? പിന്നെ മരിച്ചുപോയ ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഫരിഹീന ബിമാ, അവർ ഫരിഹീൻ, സന്തോഷവാന്മാരാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഫദ്ൽ ആസ്വദിച്ച് അനുഭവിച്ച് അവിടെ കഴിയണവര്. വയസ്തബ്ശിറൂന, അതാ വിഷയം. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, അവരിലേക്ക് ചെന്ന് ചേർന്നിട്ടില്ലാത്ത അവരുടെ ബന്ധുമിത്രാദികളെ കുറിച്ച് അവർ സുവിശേഷം അറിയുന്നുണ്ട്. വാപ്പ മരിച്ചാലേ
വാപ്പ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പ അവിടെ ഹാപ്പിയാണ്. മാത്രമല്ല അവർക്ക് അള്ളാഹു നൽകിയ ഫضل ആസ്വദിച്ച് കഴിയുകയാണ്. ഇനി അവരിലേക്ക് വന്ന് ചേരാനുള്ള ഒന്നുകിൽ ഭാര്യ ഉണ്ടാവും, അല്ലെങ്കിൽ മക്കളുണ്ടാവും. അവരെ കുറിച്ചുള്ള സുവിശേഷം, അള്ളാഹിന്റെ കലാമാട്ടോ, അവരെ കുറിച്ചുള്ള സുവിശേഷം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, എങ്ങനെയാണ് അറിയാം? അതും കൂടി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. എങ്ങനെ അറിയാം? മഹാനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കാൻ കേട്ടോളി. ഇന്നൽ മുഅ്മിന ഇദാ ദുഫിന, സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ മറവ് ചെയ്താൽ അതതുഹുൽ മലായികത്തു റഹ്മ, റഹ്മത്തിന്റെ മലക്കൾ ഇങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്. ബിഹരീറത്തിൻ ബൈളാ, വെളുത്ത പട്ട്. ഫയഖൂലൂൻ ഉഖ്രിജി ഇലാ റൂഹില്ലാ, എന്നിട്ട് അങ്ങനെ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഈ വെളുത്ത പട്ടേറ്റ് പറയും ഉഖ്റുജി ഇലാ റൂഹില്ലാ. എന്താ വിളിക്കുന്നത്? ഇങ്ങോട്ട് വായോ, അള്ളാഹുവിന്റെ ആശ്വാസത്തിലേക്ക്, അള്ളാഹുവിന്റെ സൽക്കാരത്തിലേക്ക് വായോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഫതഖ്റുജ്, ആ ആത്മാവ് ഇങ്ങനെ പോരാണ്. മിസ്ക്, റസൂലുള്ള പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, പ്രാർത്ഥിച്ചോളി. റമളാൻ മാസാണ്, എപ്പോഴും മരിക്കും. അങ്ങനെ ആ ആത്മാവിൽ നിന്ന് വളരെ സുഗന്ധ മനോഹരമായ, അത് വർണ്ണിക്കാൻ കഴിയില്ല, ഒരു മിസ്കിന്റെ വാസന. അങ്ങനെ അവർ പരസ്പരം, ഈ മലക്കുകളെ ഈ പരസ്പരം റൂഹ് ഇങ്ങനെ കൈമാറുന്നതാണ്. പടച്ചവനെ. എന്നിട്ടോ ഫയശുമ്മൂനഹു, ഈ മലക്കുകളുടെ കയ്യിലുള്ള റൂഹുണ്ടല്ലോ, ഈ റൂഹിനെ അവരിങ്ങനെ ചുംബിക്കുന്ന പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫയശുമ്മൂനഹു, അങ്ങനെ ഹത്താ യഅതൂന ബിഹി അർവാഹൽ മുഅ്മിനീൻ. അങ്ങനെ ഈ റൂഹ് ഇങ്ങനെ കൊണ്ടുപോകാണ്. കൊണ്ടുപോയിട്ട് മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ, റൂഹുകളുടെ വാസസ്ഥലമുണ്ട്, അവിടേക്കാണ് ചെല്ലാണ്. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ പേരെന്താണ്? ഇല്ലീന. അങ്ങനെ ഫലഹും അശദ്ദു ഫർഹൻ മിനൽ ഗായിബി ബിഗായിബിഹിം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ ഇപ്പൊ മോനെയാണ് കൊണ്ടുപോകണമെങ്കിൽ വാപ്പ ആദ്യം മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ ഈ മോന്, അല്ല, ഈ വാപ്പ ആദ്യം മരിച്ചു, പിന്നെ മോൻ വരികയാണ്. അപ്പൊ മോന് വാപ്പാനെ കാണാൻ ആഗ്രഹം ഉണ്ടാവൂലേ? സന്തോഷം, എന്ത് സന്തോഷിക്കാനും. ഇപ്പൊ എനിക്ക് എൻ്റെ മോനെ കാണാൻ ആഗ്രഹം ഉണ്ടാവൂലേ? ചിന്തിച്ചാ മതി. അപ്പോ ഫയഖൂലൂൻ, അപ്പൊ അവർ ചോദിക്കും, മാ ഫഅല ഫുലാൻ, മോനെ ഇക്കാക്ക എവിടെ? ഇക്കാക്കാനെ കണ്ടിട്ടില്ലല്ലോ, ഇക്കാക്ക എവിടെ? അപ്പോ ദഉ ഹസ്താ യസ്തരീഖ് ഫഇന്നഹു അകാന ലമ്മി ദുനിയ. അപ്പൊ ഇങ്ങനെ മറ്റുള്ള റൂഹുകളൊക്കെ ഉണ്ടല്ലോ, അവര് പറയും, നിങ്ങൾ കുറച്ച് വിശ്രമിക്കും, നിങ്ങളിങ്ങനെ ധൃതിപ്പെട്ട് ചോദിക്കല്ലേ അവരോട്. കാരണം അവരിപ്പോ ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഹദീസാണ് കേട്ടോ, പണ്ഡിതന്മാരെ ഉദ്ധരണിയല്ല. അപ്പോ മോൻ ചോദിക്കാണ്, മോനെ, അല്ല വാപ്പ ചോദിക്കാണ്, മോനെ ഇക്കാക്ക എവിടെ? അപ്പോ അവൻ പറയാ, ഖദ്മാത്ത്, ഇക്കാക്ക മരിച്ചുണല്ലോ. അമ്മ ആത്താക്കും, ഇക്കാക്ക ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അപ്പൊ പറയാണ്, ദുഹിബ ബിഹി ഇലാ ഉമ്മിഹി അൽഹാവിയ. ഇക്കാക്കാനെ, ഇക്കാക്കാടെ സങ്കേതമായ ഹാവിയ കൊണ്ടുപോയി നരകം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സഹോദരന്മാരെ, അപ്പോ ഇതാണ് മരണം എന്ന് പറഞ്ഞാൽ. ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിക്കണ്ട, നമുക്ക് ഈമാൻ ഉറച്ചാൽ മതി, ഈമാൻ ഉറച്ചാൽ മതി. ഇങ്ങനെ ഈ ഒരു ചിന്ത അപ്പൊ നമ്മൾ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ മനുഷ്യരിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാനാകണമെങ്കിൽ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കാൻ കഴിയണം. ഇതാണ് മരണം എന്ന് പറഞ്ഞാലേ,
ഞാനത് വെറുതെ പറഞ്ഞപ്പോ ബിലാലൊക്കെ മരിക്കുമ്പോ കരയില്ലെന്ന് പറയാൻ നമുക്ക് കഴിയോ? രണ്ടാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താ അറിയാം? ഇത് ചുരുക്കി പറഞ്ഞാട്ടോ, കാരണം 5-6 ക്ലാസ്സിൽ ഒന്നിച്ച് പറഞ്ഞാണ്. രണ്ടാമതായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, പിന്നെ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഇത് എൻ്റെ അവസാനത്തെ കർമ്മമാണ്. ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി നബിയോട് അടുത്ത് പറഞ്ഞു, റസൂലെ അല്ലിംനി ഔജിസ്, റസൂലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, فإذا قمت إلى الصلاة فصلي صلاة مودع. ഞാനത് പറയുമ്പോൾ നമുക്കിത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസക്കാരം. പക്ഷെ പ്രയാസമാണെങ്കിൽ സഹോദരന്മാരെ ഉത്തരം പറയാനും പ്രയാസക്കാരേ. അതായത് റസൂൽ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ചൊക്കെ പഠിപ്പിച്ച് തരണമെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബിയോട് റസൂൽ പറഞ്ഞത്, നീ നമസ്കരിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ട് പോകുന്നവനെ പോലെ നമസ്കരിക്കാൻ കഴിയണം. സത്യത്തിൽ ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ നമസ്കരിച്ചില്ലേ ളുഹർ? നമ്മളെ മനസ്സിൽ അങ്ങനെ ഉണ്ടായോ? ഉണ്ടാകണില്ല. അതാ വിഷയം. ഞാൻ അസർക്കുഞ്ഞുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഏതെങ്കിലും ഒരു നമസ്കാരം നമ്മുടെ അവസാനത്തെ നമസ്കാരമാണ്, അല്ലേ? അത് ഉറപ്പാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാനും ഒരു പുഞ്ചിരി, ഈ ക്ലാസ്, അല്ലെങ്കിൽ ഈ വർഷത്തെ നോമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന പുഞ്ചിരി, ഒരു സ്വതക്ക, ഒക്കെ ഇത് വെറുതെ പറയല്ല. എന്ത് ചെയ്യാണെങ്കിലും ഇത് എൻ്റെ അവസാനത്താണ്. അപ്പൊ എന്തേക്കാരം അതിൽ ഒന്ന് നല്ല ഇഖ്ലാസ് ഉണ്ടാവും. അതന്നെയാണ്, അതുണ്ടാകണം. അപ്പൊ നമുക്ക് ഉത്തരം പറയാനുള്ള ശക്തി ഉണ്ടാവും. അതോടൊപ്പം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പിന്നെ ഹുസ്നുൽ ഖാത്തിമ ആഗ്രഹിക്കണം, കൊതിക്കണം, പ്രാർത്ഥിക്കണം. ഹുസ്നുൽ ഖാത്തിമ എന്നുള്ളത് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പര്യവസാനം. ചില ആളുകൾ പറയും, അതായത് പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ കാർപ്പറ്റിൽ കുഴഞ്ഞു വീണ് മരിച്ചാൽ ഹുസ്നുൽ ഖാത്തിമ അല്ല. അതേപോലെ പരിശുദ്ധ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ നെഞ്ചത്ത് വെച്ച് അങ്ങനെ മരിച്ചു, ഹുസ്നുൽ ഖാത്തിമ? നോ, അല്ല. അങ്ങനെ ആൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാ ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ പള്ളിയിൽ കുഴഞ്ഞു വീട്ടാ മരിച്ചത്? വിരിപ്പിലല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു എവിടെ കിടന്നാണ് മരിച്ചത്? വിരിപ്പ് കിടന്നിട്ടല്ലേ? മുസാബ് കൈ പിടിച്ചിട്ടാ? പോട്ടെ, മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല 100 കണക്കിന് യുദ്ധങ്ങൾ പങ്കെടുത്തു. സൈഫുല്ലാഹിൽ മസ്ലൂൽ, ഊരപ്പെട്ട റബ്ബിന്റെ വാൾന്നാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെട്ടും കുത്തുമേറ്റി 100 ചില്ലാ മുറിവുകളുണ്ടായി. അവസാനം അദ്ദേഹം വിരിപ്പ് കിടന്നിട്ടാ മരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നില്ല, പടച്ചവനെ, ഇത്രയും യുദ്ധങ്ങൾ ഞാൻ പങ്കെടുത്തു, ശത്രുവിന്റെ വെട്ടും കുത്തുമേറ്റ് അവസാനം ഒരു ഒട്ടകത്തിന്റെ ജീവൻ പോകുന്ന പോലെ ഈ പായൽ കിടന്ന് മരിക്കാനാണല്ലോ എന്റെ വലിയ. അപ്പൊ അതല്ല ഹുസ്നുൽ ഖാത്തിമ. സുബ്ഹാനല്ലാഹ്, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ അൻത മൂത വ അൻത ബരീഉം മിനശ്ശിർക്ക്. ഒന്ന്, ശിർക്കിൽ നിന്ന് മുക്തമായി മരിക്കാൻ സാധിക്കണം. അൻത മൂത വ അൻത ബരീഉം മിനൽ ബിദ്അ. ബിദ്അത്തിൽ നിന്ന് മുക്തമായി മരിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ എണ്ണി പറയാം, നിഫാഖിൽ നിന്ന് മുക്തമായി മരിക്കാൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ചാൽ കുറച്ച് പ്രയാസമാണ്.
ഷിർക്കിൽ നിന്ന് മുക്തമാകണം, നിഫാഖിൽ നിന്ന് മുക്തമാകണം, അതോടൊപ്പം തന്നെ ബിദ്അത്തിൽ നിന്ന് മുക്തമാകണം, മുസ്ലിമിന്റെ രക്തവും ഒന്നും നമ്മുടെ കയ്യിൽ അതിൽ മുക്തമാകണം. പിന്നെ ഒരുപാടുണ്ട്. പിന്നെ അതായത് ഒരൊറ്റ ഫർള് നമസ്കാരങ്ങളും അഥവാ ഫർള് നമസ്കാരങ്ങൾ അതാതിന്റെ സമയങ്ങളിൽ വെച്ച് നിസ്കരിക്കാൻ കഴിയണം. അപ്പോൾ ഓൻ ആരാവും? ഓന് ഹുസ്നുൽ ഖാത്തിമ കിട്ടും. പടച്ചവനെ, ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടുള്ളൂ? ആ മലക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് കഴിയുള്ളൂ. ഇനി പിന്നെ ഈ ഒരു വലിയ വിഷയം കേട്ടോ. അപ്പൊ ഒന്നാമത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ ഉണ്ടാകണം. അത് ബുദ്ധിമാന്റെ ലക്ഷണം കേട്ടോ. അതോടൊപ്പം തന്നെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇതിന്റെ അവസാനത്തെ കർമ്മമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഹുസ്നുൽ ഖാത്തിമ ആഗ്രഹിക്കണം. അവനെന്തുണ്ടാവൂല, അവന് പേടിണ്ടാവൂല. മലക്കുൽ മൗത്ത് പിന്നെ ഖബറിൽ ചോദ്യം ചെയ്യണ മലക്ക് വരുമ്പോൾ പേടിണ്ടാവൂല. ഹുസ്നുൽ ഖാത്തിമ ആഗ്രഹിക്കണം, കൊതിക്കണം, പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഈ ഗൂഗിൾ അടിച്ചാൽ കിട്ടും, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസ്യി ദുനിയ വഅദാബിൽ ആഖിറ. എന്താണ് ആ പ്രാർത്ഥന വെച്ചിട്ടുള്ളത്? അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, പടച്ച റബ്ബേ എന്റെ അന്ത്യം നന്നാക്കണേ. മരണത്തിൽ മാത്രമല്ല, ഫിൽ ഉമൂരി കുല്ലിഹാ, എന്റെ എല്ലാ കാര്യങ്ങളിലും. സുബ്ഹാനല്ലാഹ്, എല്ലാ കാര്യം, എന്റെ ബിസിനസ് ആവട്ടെ, എന്താവട്ടെ, എന്റെ ജോലി ആവട്ടെ, അതിലൊക്കെ അന്ത്യം നന്നാക്കി തരണം. എന്നിട്ടോ വഅജിർനാ, എന്നെ കാക്കണേ, മിൻ ഖിസ്യി ദുനിയ. കണ്ടോ, ശരിക്ക് പ്രാർത്ഥന ഗൂഗിളിൽ അടിച്ചാൽ കിട്ടൂട്ടോ. പ്രാർത്ഥിച്ചോളി. ഈ റമദാൻ അതാകട്ടെ നമ്മുടെ സമ്പത്ത്. സുജൂദിൽ കിടന്നിട്ടൊക്കെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതാണ്. വഅജിർനാ മിൻ ഖിസ്യി ദുനിയ, പടച്ച റബ്ബേ അജിർനാ എന്നാണ് കാക്കണേ, മിൻ ഖിസ്യി ദുനിയ, ദുനിയാവിലെ അപമാനത്തിൽ നിന്ന്. പടച്ചവനെ, ദുനിയാവിലെ അപമാനം. ഒരുപാട് കൊല്ലങ്ങളോളം പോറ്റി വളർത്തി അവസാനം ആ പിതാവ് ഈ മക്കൾ കാരണം അപമാനിക്കപ്പെടുകയാണ്. അതൊന്നും പരത്തി പറയാൻ ആവശ്യമില്ല, പ്രാർത്ഥിച്ചോളിട്ടോ. കാരണം നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം തരുമോ, ദുനിയാവിൽ അപമാനം ഉണ്ടാകാൻ പാടില്ല. അത് വലിയ വിഷയമാണ്. ദുനിയാവിൽ മാത്രം പോരാ, വഅദാബിൽ ആഖിറ, ആഖിറത്തിലെ അദാബിൽ നിന്നും കാക്കണേ റബ്ബേ. സഹോദരന്മാരെ, ഇനി നമ്മുടെ ആ വീടിനെ കുറിച്ച് ഒരു ചിത്രം കൂടി ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താൻ. അപ്പോൾ ചോദ്യം എല്ലാവർക്കും അറിയാം, ഉത്തരം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലേ കഴിയില്ല, കാരണം ബേജാറാവും. കാരണം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം തരാം. പിന്നെ ഖബറിലെ പിന്നെ 3 ലമ്മത്തുണ്ട് ഖബറിന്. ലമ്മത്ത്, അത് ശരിക്കും മനസ്സിലായിക്കോട്ടെ. നമ്മളൊക്കെ പിന്നെ ലമ്മത്ത് പറഞ്ഞാൽ പിന്നെ ഫിത്നയാണ്. 3 ഫിത്ന. ഈ ഫിത്നയിൽ പിന്നെ ഒന്നാമത്തേത് ലമ്മത്താണ്. ലമ്മത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ലമ്മത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ലമ്മയൊന്ന് കൂട്ടിച്ചേർക്കാൻ, കൂട്ടിപ്പിടിക്കാൻ. അത് ശരിക്കും മനസ്സിലായിക്കോളി. അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലമ്മത്തിനെ കുറിച്ച് വിശദീകരിച്ചു. ഇത് ഞാൻ പറയണെന്തിനാ നിങ്ങൾ, ഞാൻ വീണ്ടും പറയാണ്, ഇത് ആവർത്തന വിരിച്ചതെന്ന് തോന്നിയാലും വേണ്ടില്ല, ബേജാറില്ല. കാരണം നമുക്കിത് കാണേണ്ട ഉറപ്പാണ്. ഈ ശ്വാസം പോയാൽ ഉറപ്പാണ്. അപ്പോൾ പേടിച്ചിട്ട് കാര്യമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലമ്മത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ പറയാണ്, നബി ഇങ്ങനെ ഒരിക്കലും ഓരോ ആളുകളെ, മരിച്ചുപോയ ആളുകളെ കുറിച്ച് ഇങ്ങനെ സ്മരിച്ച് പറയാം. അപ്പോ നബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോഴാണ് സഅദ് ഇബ്നു മുആദ് വഫാത്താകുന്നത്. അപ്പൊ നബി സഅദ് ഇബ്നു മുആദിനെ കുറിച്ച് പറയാണ്. എന്താണ്? ഹാദല്ലദീ തഹറക ബിഹിൽ അർശ്.
പടച്ചോനെ. وفتحت له أبواب السماء وشهده 70,000 من الملائكة. മനസ്സിന് പോകരുത്. അതായത് പിന്നെ هذا الذي تحرك به العرش. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിച്ചപ്പോ അള്ളാന്റെ സിംഹാസനം വിറച്ചു. പടച്ചോനെ, അള്ളാടെ സിംഹാസനം വിറക്കാന്ന് പറഞ്ഞ ഇത് റസൂലുള്ളാഹി പറയണത്. മാത്രമല്ല വഫുത്തിഹത് ലഹു അബ്വാബുസ് സമാ, എല്ലാ 7 ആകാശങ്ങളും ആ ആകാശങ്ങളുടെ കവാടങ്ങൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹിന് ആത്മാവിന് കയറിപ്പോകാൻ വേണ്ടി അങ്ങോട്ട് തുറന്നു, മലക്കൾ തുറന്നു. വശഹിദഹു 70,000 മിനൽ മലായിക. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയിൽ 70,000 മലക്കുകൾ. ഒരു മലക്കെന്ന് പ്രാർത്ഥിച്ച അപ്പണ് കേൾക്കുമല്ല, ഉത്തര റെഡ്യൻ അപ്പ റെഡ്യ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ വലഖദ് ളുമ്മതൻ. എന്നിട്ടും ഖബർ സഅദിനെ ഒന്ന് ഞെരുക്കി. പേടിക്കണ്ട, ഞാൻ പറയേണ്ട വിഷയം. എന്നിട്ടും സഅദിനെ ഖബർ ഒന്ന് ഞെരുക്കിയതാണ്. സുമ്മ ഫുർരിജ അൻഹു, പിന്നീട് വിട്ടു. ഇതൊക്കെ ശരിക്ക് ഉൾക്കൊള്ളാൻ കഴിയും നല്ല ഈമാൻ തന്നെ വേണം. അല്ലെങ്കിൽ ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ മായാവി കഥയെന്ന് പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഇന്നൽ ഖബറ ലഗ്തത്തുൻ, തീർച്ചയായും ഖബറിന് ഒരു കൂട്ടിപ്പിടുത്തുണ്ട്. ഖബർ കാണുമ്പോഴേ ശ്രദ്ധിച്ചോളി. ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ഖബറിന്റെ ആ കൂട്ടിപ്പിടുത്തത്തിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. അപ്പോ സഹോദരന്മാരെ, ഞാൻ വീണ്ടും പറയാൻ പേടിക്കല്ലേ. ഖബറിലെ 3 ഫിത്നയിൽ ഒന്നാമത്തെ ഫിത്നയാണ്. എന്നാൽ പിന്നെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് സമാധാനാവും. അതായത് സത്യവിശ്വാസിയെ അവന്റെ ഖബർ കൂട്ടിപ്പിടിക്കുന്നതും മുനാഫിക്കിനെയും കാഫിറിനെയും കൂട്ടിപ്പിടിക്കുന്നതും വ്യത്യാസമുണ്ട്. എന്താ? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നൽ അർള ഉമ്മവും, ഭൂമി അവരുടെ ഉമ്മയാണ്, ഭൂമി മാതാവാണ്. മിൻഹാ ഖുലിഖു, ആ ഭൂമിയിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ഫഗാബു അൻഹാ തവീലൻ, ഹദീസ് വിശദീകരിക്കൊണ്ട് പറയാണ്. ഫഗാബു അൻഹാ തവീലൻ, അങ്ങനെ ആ ഭൂമി അവർ സൃഷ്ടിച്ചിട്ട് വിട്ടു. കുറെ കാലം കഴിഞ്ഞ് അവരെ കണ്ടില്ല. എന്നിട്ടോ ഫതളുമ്മുഹും ലമ്മാ, അപ്പോ അവൾ കണ്ടപ്പോൾ കൂട്ടിപ്പിടിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഭൂമി സൃഷ്ടിച്ചിട്ട് പിന്നെ കുറെ കാലം കണ്ടിട്ടില്ല, അങ്ങനെ കണ്ടപ്പോ ഒന്ന് കൂട്ടിപ്പിടിച്ചതാ. എന്നിട്ട് ഒന്ന് ആ കൂട്ടിപ്പിടിച്ചത് എങ്ങനെ? വളരെ വ്യക്തമാണ്. അതായത് ദീർഘകാലം തന്നിൽ നിന്ന് അകന്നു പോയ മകൾ അവളെ ദീർഘകാലമായി കണ്ടുമുട്ടിയപ്പോ ആ കണ്ടുമുട്ടത് ഒരു കൂട്ടിപ്പിടുത്തണ്ടല്ലോ, കണ്ടുമുട്ടിയ സന്തോഷം. അതാണ് ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് അണച്ചു കൂട്ടി പിടിച്ചു വെക്കുക, അതേപോലെയാണ് ഖബർ സത്യവിശ്വാസിയെ കൂട്ടിപ്പിടിക്കുക. അപ്പോൾ ബേജാറ് മാറിയില്ലേ? എന്നാൽ കാഫിറിനെയും മുനാഫിക്കിനെയും കൂട്ടിപ്പിടിക്കുക തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നൽ കാഫിറ ഫദക്കറ മൗതഹു, സത്യനിഷേധി അവന്റെ മരണാസന്നമായി കഴിഞ്ഞാൽ തുആദു റൂഹു ഫീ ജസദിഹി, അവൻ മരണപ്പെട്ട് അവന്റെ ആ റൂഹിനെ ആ ജസദിലേക്ക് ശരീരത്തേക്ക് കൊണ്ടുവെക്കും.
എന്നിട്ടോ ചോദിക്കും മൻ റബ്ബുക്, ആ ചോദ്യം. വമാ ദീനുക് വമൻ നബിയുക്, അവൻ പറയും ലാ അദ്രി. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അവരും പറയുന്നുണ്ട് ഹാ ഹാ ലാ അദ്രി. പക്ഷേ മുനാഫിക്കിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞ മുനാഫിക്കിന് ഓർക്കണം ഹാ ഹാ. കാരണം മുനാഫിക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? മുനാഫിക്ക് ഭൂമിയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓർക്കണം ഹാ, പക്ഷെ കിട്ടൂല. മുനാഫിഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞത് അവസാനം ഓർക്കാൻ ശ്രമിക്കുവാൻ, പക്ഷെ ലാ അദ്രി കിട്ടൂല. فينادي مناد من السماء أن كذب ففرشه من النار وألبسه من النار وافتحوا له بابا إلى النار. അവിടുന്ന് വെളിവ്, അവൻ പറഞ്ഞൊക്കെ കളവാണ്. അതുകൊണ്ട് നരകത്തിലുള്ള വിരിപ്പനെ കടത്താൻ മാത്രമല്ല അവന്റെ ഖബറിൽ നിന്ന് നരകത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ടോ സ്വാഭാവികമായി നരകത്തിലേക്ക് വാതിലാൻ തുറന്നു കൊടുത്താൽ ആ നരകത്തിലെ തീയും പുകയും നാറ്റവും. അസ്തഗ്ഫിറുല്ലാഹ്. എന്നിട്ടോ അതാണ് വിഷയം. അവനെ അവന്റെ ഖബർ കൊണ്ട് എടുക്കും, അവന്റെ വാരിയലുകൾ പരസ്പരം പൊടിഞ്ഞു പോകുമാണ്. അങ്ങനെയാണ്. അപ്പൊ സഹോദരന്മാരെ, നേരത്തെ സത്യവിശ്വാസിയെ സംബന്ധിച്ചു ഉമ്മ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് പോലെയാണ്. അപ്പോ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇതാണ്. മനസ്സിലായോ? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, മറ്റൊരു ഫിത്ന, ഷഹിദു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജനാസ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന ഹാദിഹിൽ ഉമ്മത്തു തുബ്തലാ ഫീ ഖുബൂരിഹാ. ജനങ്ങളെ, ഈ സമുദായം, ആ സമുദായത്തിന്റെ ഖബറുകൾ പരീക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്നിട്ട് പറയാട്ടോ, ശരിക്കേട്ടോളി, പേടിക്കണ്ട. ഫൈദൽ ഇൻസാനു ദുഫിന, ഒരു മനുഷ്യൻ മരണപ്പെടുകയും അവനെ ഖബറടക്കുകയും ചെയ്താൽ ഫതഫറഖ അൻഹു അസ്ഹാബു, തൻ്റെ കൂട്ടുകാരിങ്ങനെ പിരിഞ്ഞു പോവുകയും ചെയ്താൽ ജാഅഹു മലക്. ഇത് നമ്മളെ കുറിച്ചാണ് പറയട്ടോ. രണ്ട് മലക്കോരും ഇനി കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ഫീ യദിഹി മിത്റാഖ്, ആ മലക്കിന്റെ കയ്യിൽ ഒരു മിത്രാഖുണ്ട്. മിത്രാഖ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെതുണ്ട്. എന്നിട്ട് ചോദ്യം ചെയ്യും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, എന്താണ് നിനക്ക് ഈ മനുഷ്യനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയാം. ഫഇൻ കാന മുഅ്മിനൻ, അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവൻ പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂൽ. അതാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഉത്തരം അതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫയഖൂൽ, ഇത് നമ്മൾ പറഞ്ഞാൽ മലക്ക് പറയും സദഖ്ത, നീ പറഞ്ഞ സത്യമാണ്. സുമ്മ യുഫ്തഹു ലഹു ബാബുൻ ഇലൻ നാർ. കേട്ടോ, സത്യവിശ്വാസിയെ ചോദ്യം ചെയ്ത് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു. പക്ഷേ സുമ്മ യുഫ്തഹു ലഹു ബാബുൻ ഇലൻ നാർ, നരകത്തിലേക്കൊരു വാതിൽ തുറന്നു കൊടുക്കും. ആർക്കാണ്? സത്യവിശ്വാസിക്ക്. ഫയഖൂൽ, എന്നിട്ട് മലക്കുകൾ പറയും ഹാദാ കാന മൻസിലുക് ലൗ കഫർത ബിറബ്ബിക്, നീ പടച്ച റബ്ബിനെ നിഷേധിച്ചിരുന്നുവെങ്കിൽ നിനക്ക് പോകാനുള്ള സ്ഥലതായിരുന്നു. ഫൈദാ ആമനത്, നീ ആ റബ്ബിൽ വിശ്വസിച്ചില്ലേ, ഫഹാദാ മൻസിലുക്, നിർപ്പുറത്ത് കാണിച്ചു കടക, ഇതാ എനിക്ക് പോകാനുള്ളത്. പടച്ചവനെ. അപ്പൊ എന്ന് വെച്ചാല് സത്യവിശ്വാസിയാണെങ്കിലും അവന്റെ ഖബറിൽ കിടക്കുന്നുണ്ടെങ്കിലും നരകം ഒന്ന് കാണിച്ചു തരുമല്ല. ഫയുഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന, അങ്ങനെ അവന് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തു. അപ്പോ ഇവനിങ്ങനെ ഈ സ്വർഗം കാണുമ്പോഴേ, ഞാനത് പറയുന്നത് സ്വഹീഹായ ഹദീസാട്ടോ, ഈ സ്വർഗം കാണുമ്പോൾ ഈ ഖബറിന്ന് പോലും എഴുന്നേൽക്കുന്നതാണ്.
ഫയഖൂൽ ലഹു, അപ്പൊ അവനോട് പറയും അടങ്ങ്, കുറച്ച് കേട്ടെ, ഉസ്കുൻ, കുറച്ച് കഴിയട്ടെ. ഫയുഫ്സഹു ലഹു ഫീ ഖബരി, എന്നിട്ട് അവന്റെ ഖബറിന് വിശാലമാക്കി കൊടുക്കും. അള്ളാഹു ആ സൗഭാഗ്യവാന്മാൻ ഉൾപ്പെടുത്തട്ടെ. ഇതാണ്, അതാ പേടിക്കേണ്ടതാണ്. ഇനിയോ മറ്റത് നമ്മുടെ വിഷയമല്ല, എന്നിരുന്നാലും പറയാം. വൈൻകാന കാഫിറൻ മുനാഫിക്കൻ, ഇനി കാഫിറിനെയോ മുനാഫിക്കിനെയോ ആണ് ആ ഖബറിൽ വെച്ചതെങ്കിൽ യഖൂൽ ലഹു, മലക്ക് പറയും മാലാ തഖൂലു ഫീ ഹാദാ റജുൽ, എടോ ഈ മനുഷ്യനെ കുറിച്ച് നീ എന്താ പറഞ്ഞത്? അതാ റസൂൽ തന്നെ. അവർ ലാദ്രി എന്ന് പറയില്ല. സമയത്ത് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെ മുഹമ്മദ് നബി എനിക്കൊന്നും അറിയില്ല. അപ്പോ പറയാ നിനക്കറിയില്ല, നീ ആ മനുഷ്യനെ ഫോളോ ചെയ്തില്ല, അതുകൊണ്ട് നിനക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഇനി കേട്ടോളി, എന്നിട്ട് അവന് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് ഫയഖൂൽ, എന്നിട്ട് പറയും ഹാദാ മൻസിലുക് ലൗ ആമനത് ബിറബ്ബിക്, എടോ നീ ആ റബ്ബിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിനക്ക് പോകാനുള്ള സ്ഥലം അതായിരുന്നു. ഫഅമ്മാ ഇദാ കഫർ, നീ നിഷേധിച്ചില്ലേ ആ റബ്ബിനെ, ഫഇന്നല്ലാഹ അസ്സ വജല്ല ഇബ്തല ദാലിക ഹാദാ, അപ്പോൾ അതുകൊണ്ട് നീ ആ റബ്ബിനെ നിഷേധിച്ചതുകൊണ്ട് അല്ലാഹ് നിനക്ക് പകരമാക്കി ഫയുഫ്തഹു ലഹു ബാബുൻ ഇലന്നാർ, അങ്ങനെ നരകത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കും. അതാണ്. പിന്നെ മലക്കുകൾ അവരുടെ കൈവശമുണ്ടായിരുന്ന ആ മിത്രാക്ക് കൊണ്ട് ഒരൊറ്റ, അതാണ് ആ അടി അള്ളാഹുവിന്റെ സൃഷ്ടികൾ മൊത്തം കേൾക്കും. ഇല്ല സഖലീൻ, രണ്ടാളുകൾ. അഥവാ ജിന്നും കേൾക്കൂല, ഇൻസും കേൾക്കൂല. പടച്ചോനെ, ശ്രവണശക്തി നമുക്കല്ല കൂടുതലുള്ള കേട്ടോ, അത് മനസ്സിലായിക്കോളി. വിശേഷം മരണശേഷം മനുഷ്യന്റെ സംസാരം കേൾക്കാൻ ആർക്കാ കഴിയാ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഈ മയ്യത്ത് കുറെ സംസാരിക്കുന്നുണ്ട്. ചില മയ്യത്ത്, അതായത് പിന്നെ നരകാവകാശിയാണ് മയ്യത്ത് അട്ടഹസിച്ച് കരയുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു, എന്തെങ്കിലും പശുവിനെ ആടിനെ കിട്ടിയിട്ടെങ്കിൽ അത് കണ്ണൊക്കെ ഇങ്ങനെ വിറലെടുത്തിട്ടുണ്ടാവും. പ്രവാചകൻ പറഞ്ഞതാണ്. അപ്പൊ സഹോദരന്മാരെ, അതുകൊണ്ട് മനസ്സിലാക്കുക, ഇതൊക്കെയാണ് നമുക്ക് സംഭവിക്കുക, നമുക്ക് വരാനുള്ളതാണ്. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ബേജാറാകണ്ട. നമ്മൾ നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുക. എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ മനസ്സിലുണ്ടാകുക. എന്ത് കർമ്മം ചെയ്യുമ്പോഴും പടച്ചറബേ, ഇത് എൻ്റെ അവസാനത്തെ കർമ്മമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ ഇത് പറയുമ്പോൾ എൻ്റെ നാട്ടുകാരൻ, ഒരു പിന്നെ സുഹൃത്ത്, എൻ്റെ ഏകദേശം അതേ ഫേസ് കട്ടാണ്. പിന്നെ അവന് പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, പിന്നെ BP ലോ ആയി, അങ്ങനെ ആ പിന്നെ വെന്റിലേറ്ററിൽ കിടന്നാൽ മരിക്കണം. ആശിക്ക് ഞങ്ങൾ നാട്ടുകാർക്ക് മരണം ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതാണ്. അപ്പോ ഞാനത് പറഞ്ഞത് മരണത്തെ നമ്മൾ ഇഷ്ടപ്പെടണം, മരണത്തെ ആഗ്രഹിക്കരുത്, മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കരുത്. എപ്പോഴും ആ അതിഥി, അതായത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നൊരു അതിഥിയാണ്. പേടി എന്ന് വെച്ചാൽ നമുക്ക് ഈമാനില്ലാറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു വിഷയമാണ്. അപ്പൊ ഈ ചുരുക്കത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. അല്ലാതെ ഉസ്താദ് വന്നിട്ട് മലക്കാനി വരും, അലീമാനി വരും, കബീറാനി വരും, നമുക്ക് ആ മലക്കിനെ കുറിച്ച് പറയാൻ ഒരു പോൾ വേറെ പറയുന്നുണ്ട് ഹദീസിൽ. അതായത് പിന്നെ ആ മലക്ക് അസ്വദാനി അസ്റക്കാനി എന്നാ പറയുന്നത്. ഇത് ഞാൻ അത് പറഞ്ഞതെന്തറിയോ, അതാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അസ്വദാനി അസ്റക്കാനി, കറുത്ത മലക്കായിരുന്നു, കറുത്തിട്ട് കണ്ണിന് നീല കളറായിരിക്കുന്നതാണ്. നീല കളറുണ്ട്. ഇത് ഹദീസിൽ, സ്വഹിഹായ ഹദീസിൽ പഠിപ്പിച്ചതാണ്.
അതുകൊണ്ട് പേടിക്കണ്ട, ബേജാറാകണ്ട. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് പഠിച്ചോളി നിർബന്ധമായിട്ട്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസ്യി ദുനിയാ വഅദാബിൽ ആഖിറ. അതൊക്കെ പെട്ടു, ദുനിയാവും ആഖിറവും ഒക്കെ പെട്ടു. അവസാനിപ്പിക്കാൻ പോവാണ്. ഏതായിരുന്നാലും നാളെ നമ്മുടെ മരണാനന്തരം ആ ബർസഖിയായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുഖറബുകളായ മലക്കുകൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവരായി തീരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ പരിശുദ്ധ റമളാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുവാനും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനും അതുപോലെ തന്നെ ഒരുപാട് അമൽ സാലിഹാത്തുകൾ ചെയ്യുവാനും അള്ളാഹു ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, കഴിഞ്ഞ റമളാനെ യാത്രയാക്കിയപ്പോ അള്ളാഹുവെ അടുത്ത വിശുദ്ധ റമളാൻ ആരോഗ്യത്തോടെ ആഫിയത്തോടെ അടുത്ത റമളാൻ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച ഒരുപാട് ആളുകൾ അള്ളാഹുവെ ഇന്ന് അവർ രോഗശയ്യയിലാണ്. പടച്ച റബ്ബേ, അവർ രോഗം പരിപൂർണമായി ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് അള്ളാഹു നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഫലസ്തീനിൽ ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരന്മാർ, ഈ പ്രയാസം അനുഭവിക്കുന്ന സഹോദരന്മാർ പ്രയാസം അള്ളാഹുവെ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇസ്ലാമിനെ ഉന്മൂലനാശനം ചെയ്യാൻ കൊതിക്കുന്ന ശക്തികളെ പടച്ച റബ്ബേ നീ നശിപ്പിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, നാദാ നീ ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാത്തിമ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസ്യി ദുനിയാ വഅദാബിൽ ആഖിറ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ اجعل هذا الشهر شاهدا لنا لا شاهدا علينا. اللهم اجعل هذا الشهر حجة لنا لا حجة علينا. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد.